ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പിസ്സയാണ്. നമുക്ക് പെട്ടെന്ന് പിസ്സ കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനിപ്പം നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് മാവ് കുഴയ്ക്കേണ്ട, ജസ്റ്റ് 4 ബ്രെഡ് മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഓയിൽ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ബേസിൽ ഇങ്ങനെ വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനൊരു 4 ബ്രെഡാണ് എടുക്കുന്നത്. ഞാൻ ഒരു ബ്രെഡ് പീസ് സ്ലൈസായിട്ട് കട്ട് ചെയ്തേക്കുന്നത്, അത് തിൻ സൈസാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ഒരു പിസ്സയുടെ ഒരു ടെക്സ്ചർ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അധികം തിക്കായിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രെഡ് തന്നെ 4 പീസായിട്ട് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് അപ്പോൾ തിൻ സൈസിലാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ബ്രെഡ് ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നൈസായിട്ട് കിട്ടുമല്ലോ, ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 4 ബ്രെഡ് മാത്രം മതി. അപ്പം നമുക്ക് പെട്ടെന്നൊരു പിസ്സ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ 4 ബ്രെഡ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 4 ബ്രെഡിലോട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓൾ പർപ്പസ് സോസൊക്കെ ഉണ്ടല്ലോ, എല്ലാം നല്ല കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടുള്ള സോസ്. ഇപ്പോൾ എല്ലാ സോസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള സോസാണെങ്കിലും എടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി അടുത്തത് ആഡ് ചെയ്യുന്നത് ചീസാണ്. ഞാനിങ്ങനെ സ്ക്വയറിൽ നമുക്ക് ചീസിൻ്റെ സ്ലൈസസ് കിട്ടിയിട്ടില്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. ചേദാർ ചീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ചീസ് ഇങ്ങനെ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് ഈ ചീസ്. എല്ലാവരും ഈ ചീസ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ തക്കാളി ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ചാണ് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ തക്കാളി കട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ടെക്സ്ചർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ടൊമാറ്റോയുടെ കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഇറച്ചിയുടെ പീസ് ചിക്കൻ ഞാനിങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താണ്. അത് ഞാൻ അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് നമുക്കൊരു പിസ്സ കഴിക്കാൻ കൊതിയൊന്നുമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു മെത്തേഡാണ്. അതിനുശേഷം ഞാൻ ആ കോർണറിൽ മയോണൈസ് ഉണ്ടല്ലോ, മയോണൈസ് ജസ്റ്റ് കോർണറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറോടെ കിട്ടുമ്പോൾ നമുക്ക് പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. മയോണൈസ് നിങ്ങൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, ഇത്രയും സാധനം മതി. ഞാൻ ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടുന്ന സമയം വരെ ജസ്റ്റ് ഒന്ന് ഓവനിൽ ഒരു 1 മിനിറ്റോ ഒരു 2 മിനിറ്റോ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടെടുക്കുക. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര പെട്ടെന്നൊരു പിസ്സ റെഡിയാക്കി കിട്ടണം എവിടെയും പറ്റില്ല. വെറും 4 ബ്രെഡ് കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും